أعوذ بالله من الشيطان الرجيم. وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ أربعة من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങളിലൂടെയും വന്നിട്ടുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയുള്ള വിവരണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ വിവരണത്തോടുകൂടി അവസാനിക്കുന്നതാണ്. മഹാനായ ആ പ്രവാചകൻ ഒരിക്കൽ അല്ലാഹുവിന്റെ കൃത്യമായ നിലക്കുള്ള മറ്റൊരു രൂപത്തിലുള്ള അത്ഭുതകരമായ ഒരു കാര്യത്തിന് സാക്ഷിയായ രംഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് മലക്കുകൾ മനുഷ്യ വേഷത്തിൽ കടന്നു വന്ന സംഭവം വിശുദ്ധ ഖുർആൻ ഒന്നിലധികം സ്ഥലത്തായി പ്രതിപാദിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ചോദിക്കുന്നു, ഹൽ അതാക ഹദീസു ളൈഫി ഇബ്രാഹിം അൽ മുക്രമീൻ ഇദ് ദഖലൂ അലൈഹി ഫഖാലൂ സലാമാ ഖാല സലാം ഖൗമുൻ മുൻകറൂൻ فراغ إلى أهله فجاء بعجل سمين فقربه إليهم قال ألا تأكلون. സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു അങ്ങനെയാണ് ആ സംഭവം വിശദീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സൃഷ്ടികളാണ്. ലോകത്ത് മനുഷ്യർ, അതുപോലെ തന്നെ മലക്കുകൾ, അതുപോലെ തന്നെ ജിന്നുകൾ, ഈ മൂന്ന് രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. മലായിക്കത്തുകൾ പ്രകാശത്തിൽ നിന്നുള്ള സൃഷ്ടികളാണെങ്കിൽ ജിന്നുവർഗം തീജ്വാലയിൽ നിന്നാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരാവട്ടെ മണ്ണിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മലക്കുകൾ, മഹാന്മാരായ മലക്കുകൾ, ആ മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഘട്ടങ്ങളിൽ മനുഷ്യാകാരം നൽകിക്കൊണ്ട്, മനുഷ്യവേഷം പൂണ്ടുകൊണ്ട് അവർ പ്രവാചകന്മാരുടെ സമീപത്ത് ഹാജരായതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ധാരാളം സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടും ഉണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പോലും മനുഷ്യവേഷം പൂണ്ടുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയും ഇസ്ലാമും ഈമാനും ഇഹ്സാനും ഒക്കെ എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലിരുന്ന് വളരെ ഭവ്യതയോടുകൂടെ എന്താണ് ഇസ്ലാം എന്ന് ഒരു ചോദിച്ചു പഠിക്കാൻ വരുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെ വളരെ സുന്ദരമായ പുരുഷവേഷം പൂണ്ട് വസ്ത്രത്തിലോ തലമുടിയിലോ അവരുടെ രൂപത്തിലോ ഒരു യാത്രയുടേതായ ക്ഷീണത്തിന്റെയോ പൊടിപടലങ്ങളുടെയോ അടയാളമോ ഒരു ചുളിവോ പോലുമില്ലാതെ ഏറ്റവും സുന്ദരനായ ആളുടെ വേഷത്തിൽ ശുഭ്രവസ്ത്രധാരിയായിക്കൊണ്ട്
ചീകിക്കൂതി ഒടുക്കിയ മുടിയുമായി കൊണ്ട് ആനായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്ന് പ്രവാചകന്റെ കാൽമുട്ടിനോട് തന്റെ കാൽമുട്ട് ചേർന്ന് ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി ഒരു ഗുരുവിന്റെ മുമ്പിൽ കാണിക്കുന്ന മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ഭവ്യതയോടെ ഇരുന്നു കൊണ്ട് ചോദിക്കുകയാണ്, അഖ്ബിർനി അനിൽ ഈമാൻ, എനിക്ക് ഈമാൻ എന്താണ്, വിശ്വാസം എന്ന് പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇസ്ലാമിലെ വിശ്വാസ കാര്യങ്ങൾ എന്ന് പഠിപ്പിച്ചു കൊടുത്തു. രണ്ടാമതായി അഖ്ബിർനി അനിൽ ഇസ്ലാം, എനിക്ക് ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. മൂന്നാമത് അദ്ദേഹം അഖ്ബിർനി അനിൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ, നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണെന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും വിവരിച്ചു കൊടുത്തു. നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്തുകൾ, ആരാധനകൾ നിർവഹിക്കണം. നീ അവനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന ഉത്തമ വിശ്വാസത്തോടെ, ബോധത്തോടെ, ബോധ്യത്തോടെ നീ ഇബാദത്തുകൾ നിർവഹിക്കണം എന്നും പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെയും ശേഷം വേറെയും ലോകത്തിന്റെ അവസാനത്തെ സംബന്ധിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെപ്പോഴാണെന്ന ചോദ്യത്തിന് ചോദിച്ചയാളേക്കാൾ ചോദിക്കപ്പെട്ടയാൾക്ക് അതിനെ സംബന്ധിച്ച് പ്രത്യേക വിവരമൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നാൽ ലോകാവസാനം സംഭവിക്കുന്നതിന്റെ മുന്നോടിയായി സംഭവിച്ചേക്കാവുന്ന ചില അടയാളങ്ങളെ കുറിച്ച് പറയാവോ എന്ന ചോദ്യത്തിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇത് പ്രസിദ്ധമായ ഹദീസാണ്. ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഈ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ മിക്ക ഗ്രന്ഥങ്ങളിലും സ്ഥലം പിടിച്ചിട്ടുള്ള വളരെ കൃത്യമായ വിവരണമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ചോദിക്കാൻ വന്ന സുന്ദര വേഷത്തിലുള്ള ആ മനുഷ്യനെ അവിടെ ആർക്കും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് അദ്ദേഹം അഥവാ ചോദ്യോത്തര രൂപത്തിൽ ഇങ്ങനെ പ്രവാചകൻ മറുപടി കൊടുക്കുന്നു, സത്യമാ നിങ്ങൾ പറഞ്ഞതെന്ന് അദ്ദേഹം അതിന് അംഗീകാരം കൊടുക്കുന്നു. അങ്ങനെ ഒരു ചോദ്യോത്തര സെഷനിലൂടെ അദ്ദേഹം തന്നെ ചോദിക്കുന്നു, ഉത്തരം കേൾക്കുന്നു, ശരിയാ പറഞ്ഞത് എന്ന് പറയുന്നു. അങ്ങനെ ഒരു ചോദ്യോത്തര സെഷനിലൂടെ ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വന്ന ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് മനുഷ്യവേഷം പൂണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ നിന്ന് പിരിഞ്ഞിറങ്ങി പോകുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ചോദിച്ചു, ആ വന്നയാളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ അറിയില്ല, ആരാന്നറിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക ജിബ്രീൽ, ദാക ജിബ്രീൽ അതാകും യുഅല്ലിമുകും ദീനകും. അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയിരുന്നു, നിങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നയാളാണ്. സഹാബിമാർക്ക് അത്ഭുതത്തോടെ ഇറങ്ങി നോക്കി, ആളെ കാണോ? പോയില്ലേ, കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും മനുഷ്യവേഷം പൂണ്ടുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ടുണ്ട്. അതിന്റെ മുമ്പും വന്നിട്ടുണ്ട്. അഥവാ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിൽ ഇബ്രാഹിം അലൈഹിസ്സലാമും ഇന്നുവരെ പ്രസവിച്ചിട്ടില്ലാത്ത അവിടുത്തെ ആദ്യ ഭാര്യയായ സാറ റളിയല്ലാഹു തആല അൻഹയും ഇരിക്കുന്ന ഭവനത്തിലേക്ക് അതിഥികളായി കൊണ്ട് ഒരു കൂട്ടം ആളുകൾ കടന്നു വരികയാണ്. വിശുദ്ധ ഖുർആൻ ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വഹയിലൂടെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹൽ അതാക, നിനക്ക് വന്നില്ലയോ ഹദീസു ദൈഫി ഇബ്രാഹിമൽ മുക്രമീൻ, ഇബ്രാഹിമിന്റെ അതിഥികളെ സംബന്ധിച്ചുള്ള വർത്തമാനം നിനക്ക് വന്നില്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായിട്ട് പറഞ്ഞു തന്നതല്ല. എത്രയോ ആയിരക്കണക്കിന് സംവത്സരങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാനായ പ്രവാചകന്റെ കാലത്ത് നടന്ന സംഭവം അള്ളാഹു വഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അറിയിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, ഇബ്രാഹിമിന്റെ ഗസ്റ്റുകൾ, ഇബ്രാഹിമിന്റെ അതിഥികളുടെ സംബന്ധിച്ചുള്ള വർത്തമാനം നിനക്ക് വന്നില്ലയോ? അൽ മുക്രമീൻ,
ആദരിക്കപ്പെട്ടവരായ അതിഥികൾ, മുക്കറമീൻ, ആദരിക്കപ്പെട്ടവർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ വളരെ നന്നായി സ്വീകരിച്ചിരുത്തി. വല്ലാത്തൊരു ഇക്റാമും ആദരവുമാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അതിഥികളോട് കാണിച്ചത് എന്ന അർത്ഥത്തിൽ ആദരിക്കപ്പെട്ടവരായ മലക്കുകൾ, ആദരിക്കപ്പെട്ടവരായ അതിഥികൾ ഇബ്രാഹിമിന്റെ അടുക്കൽ വന്ന വർത്തമാനം നിനക്ക് കിട്ടിയില്ലയോ എന്ന് അല്ലാഹു ചോദിക്കുന്നു. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനമുള്ളത് അൽ മുക്കറമീൻ, മലക്കുകൾ പൊതുവെ തന്നെ ആരാണ്? ആദരിക്കപ്പെടേണ്ടവരാണ്, ആദരണീയരാണ്. കാരണം മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞിടത്തൊക്കെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ബൽ ഇബാദും മുക്റമൂൻ, ബൽ ഇബാദും മുക്റമൂൻ ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബിഅംരിഹി യഅമലൂൻ. അതേ അല്ലാഹു തആല മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞത് ബൽ അവർ ഇബാദും മുക്റമൂൻ, ആദരിക്കപ്പെടേണ്ടവരായ മഹാന്മാരായ അടിമകളാണ്. അല്ലാഹു മലക്കുകളെ കുറിച്ച് ഖുർആനിൽ വിശേഷിപ്പിച്ചത് തന്നെ മുക്റമീൻ. അതുപോലെ തന്നെ നമ്മുടെ നന്മതിന്മകളെ രേഖപ്പെടുത്തുന്ന മലക്കുകളെ സംബന്ധിച്ച് അല്ലാഹു തആല നമ്മോട് കൃത്യമായി തന്നെ പറഞ്ഞല്ലോ, മനുഷ്യന്മാരെ, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങളുമൊക്കെ വെറുതെയാണെന്ന് വിചാരിക്കരുത്, എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ റെക്കോർഡ് ചെയ്യാൻ അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ, മലക്കുകളാകുന്ന ഉദ്യോഗസ്ഥന്മാർ കൂടെയുണ്ട്. കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. അവിടെയും അല്ലാഹ് കിറാം ഒരു മാന്യന്മാരാണ്, അവരാദരിക്കപ്പെടേണ്ടവരാണ്, ആദരണീയരാണ് എന്ന് അല്ലാഹു പറഞ്ഞിട്ട്. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വക്കൽ നിന്ന് ആദരവ് കിട്ടിയവരെന്ന അർത്ഥത്തിലും സ്വയമേ അല്ലാഹുവിങ്കൽ നിന്ന് ആദ്യമേ ആദരവ് ലഭിക്കപ്പെട്ടിട്ടുള്ള മഹാന്മാരെന്ന നിലക്കും ആ വന്ന അതിഥികളെ അല്ലാഹു പറഞ്ഞത് അൽ മുക്റമീൻ, ആദരിക്കപ്പെട്ടവർ എന്നാണ് അല്ലാഹു അവരെ പരിചയപ്പെടുത്തിയത് തന്നെ. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭവനത്തിലേക്ക് ഈ അതിഥികൾ കയറി വരുന്നു. കാണാൻ നല്ല സൗന്ദര്യമുള്ള അതിഥികൾ, നല്ല പുരുഷവേഷത്തിൽ, അഴകാർന്ന, എല്ലാ നിലക്കും നല്ല, എല്ലാവരും ഒന്ന് നോക്കിപ്പോകുന്ന ആ നിലക്കുള്ള സുന്ദരന്മാരായ പുരുഷന്മാരായിക്കൊണ്ട്, അതിഥികളായിക്കൊണ്ട് കടന്നു വരികയാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭവനത്തിലേക്ക്. ഇദ്ദഖലൂ അലൈഹി ഫഖാലൂ സലാമാ ഖാല സലാമുൻ ഖൗമുൻ മുൻകറൂൻ. ഇദ്ദഖലൂ അലൈഹി, അവർ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് കയറി വരുന്നു. പെർമിഷൻ ചോദിച്ചു എന്ന് അവിടെ പറഞ്ഞിട്ടില്ല, അവര് പ്രവേശിച്ച് വരികയാണ്. അത് വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭവനം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ആതിഥ്യ സൽക്കാരത്തിന് പ്രസിദ്ധി നേടിയ ഭവനമാണ്. അതുകൊണ്ട് അതിഥികൾക്ക് വേണ്ടി ആ വാതിലെപ്പോഴും മലർക്കെ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. ഇവരിയ്ക്കുന്ന റൂമല്ലാത്ത അതിഥികളെ സ്വീകരിക്കുവാനും അതിഥികൾക്ക് വേണ്ട രൂപത്തിലുള്ള ആദരവ് നൽകുവാനുമൊക്കെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള മജ്‌ലിസുള്ള പ്രത്യേകമായ ഇടത്തേക്ക് അതിന്റെ ഡോറെപ്പോഴും തുറന്നു കിടപ്പാണ്. അതേ പ്രത്യേകമായ നിലക്കൊരു സമ്മതം ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്ത നിലക്ക് എപ്പോഴും അവിടെ ഭക്ഷണം റെഡിയാണ്. അതിഥികളെ ആദരിക്കുന്ന വിഷയത്തിൽ ലോകത്തിന് ഇത്രത്തോളം പ്രസിദ്ധി നേടിയ ഒരു മഹാനുഭാവൻ മുമ്പ് കഴിഞ്ഞു പോയിട്ടേ ഇല്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിനാണ് ആ ഏറ്റവും വലിയ പദവിയുള്ളത്. അവിടുന്നാണ് ഏറ്റവും വലിയ ആതിഥ്യത്തിന്റെ എല്ലാ മര്യാദകളും തുടങ്ങിയത്. അങ്ങനെ ഇവര് കടന്നു വരുമ്പോ ഫഖാലൂ, അവര് കടന്നു വന്നുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന് സലാമാ, സലാം ചൊല്ലുകയാണ്, സലാം പറയുകയാണ്. ആ നേരം ഇബ്രാഹിം അലൈഹിസ്സലാം ഖാല, അവിടുന്ന് പറഞ്ഞു, സലാം, അതേ നിങ്ങൾക്കും രക്ഷയുണ്ടാവട്ടെ, സമാധാനമുണ്ടാകട്ടെ. അവിടെ നിന്നും സലാം പറയുകയാണ്. അവരിങ്ങോട്ടും സലാം പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാം സലാം അടക്കുന്നു. ഈ സലാം പറയുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഈ അഭിവാദ്യ രീതി, ഇത് ഈ കാലഘട്ടത്തിൽ തുടങ്ങിയതൊന്നുമല്ല. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഒന്നാമത്തെ മനുഷ്യൻ, ആ മനുഷ്യന്റെ സൃഷ്ടിപ്പ് പൂർത്തിയായ വേളയിൽ തന്നെ
അള്ളാഹു ആദം അലൈഹിസ്സലാമിനോട് പറഞ്ഞതാണ്. മലക്കുകളുടെ ഒരു സംഘത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, അവരുടെ സമീപത്തേക്ക് പോയിട്ട് നീ സലാം ചൊല്ലണം, അവർ നിന്നോട് പ്രത്യഭിവാദ്യം അർപ്പിക്കും. ആ രീതിയായിരിക്കും ലോകത്ത് നിന്റെ സന്തതി പരമ്പരകളിലും ഇനി നടപ്പിൽ വരുത്തുക. അപ്പൊ മനുഷ്യന്റെ തുടക്കം മുതലേ ഉണ്ട് ഈ അഭിവാദ്യ രീതി. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ അസ്സലാമു അലൈക്കും. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, മനുഷ്യ ചരിത്രത്തോളം അതിന് പഴക്കമുണ്ട് എന്നർത്ഥം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സലാം മടക്കി. എന്നിട്ട് ഖൗമും മുൻകറൂൻ, അദ്ദേഹം അവര് കേൾക്കാതെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, പരിചയമില്ലല്ലോ, അപരിചിതരായ ഒരു കൂട്ടം ആളുകളാണല്ലോ, അവരോട് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ, നിങ്ങളെ എനിക്ക് പരിചയമൊന്നുമില്ല എന്ന് പറഞ്ഞില്ല, അതൊരു മര്യാദ കേടല്ലേ. ആനവറുകൾ ഇങ്ങനെ പറഞ്ഞു, ഖൗമും മുൻകറൂൻ, പരിചയമില്ലാത്ത കുറച്ചാളുകൾ, പരിചയമില്ല എന്നിങ്ങനെ പറഞ്ഞു. ശരി, അവരെ ആദരിച്ചിരുത്തി. എന്നിട്ട് ഉടനെ ഫറാഗ ഇലാ അഹ്ലിഹി, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സമീപത്തേക്ക് വളരെ സ്വകാര്യമായി ചെന്നു. അവരറിയാതെ തന്നെ സ്വകാര്യമായിട്ട് ചെന്നു. ഗസ്റ്റുകൾ അറിയാതെ തന്നെ സ്വകാര്യമായി തന്റെ ഭാര്യയുടെ സമീപത്തേക്ക് ചെന്നിട്ട്, കുടുംബത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, നല്ല കൊഴുത്ത ഒരു മൂരിക്കുട്ടനെ അത് പാകം ചെയ്തുകൊണ്ട് കൊണ്ടുവന്നു. കൊഴുത്ത ഒരു മൂരിക്കുട്ടൻ, ബിഇജ്ലിൻ സമീൻ, പശു മൂരിക്കുട്ടൻ, ഇളയ കുട്ടൻ, അതാണ് സമീൻ. നല്ല കൊഴുത്ത നല്ല മാംസമുള്ളതിനെ വേവിച്ച്, അഥവാ അതവിടെ റെഡിയാണ്. വിശുദ്ധ ഖുർആന്റെ മറ്റു ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, വലഖദ് ജാഅത് റുസുലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റാ ഖാലൂ സലാമാ ഖാല സലാം ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്. വലഖദ് ജാഅത് റുസുലുനാ, നമ്മുടെ ദൂതന്മാര് വന്നു. ഇബ്രാഹീമിന്റെ അടുക്കൽ നമ്മുടെ ദൂതന്മാര് വന്നു. ബിൽ ബുശ്റാ, സന്തോഷ വാർത്തയുമായി കൊണ്ട് കടന്നു വന്നു. അവര് സലാം പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാം സലാം മടക്കി. അദ്ദേഹവും പ്രത്യഭിവാദ്യം അർപ്പിച്ചു. ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് പ്രത്യഭിവാദ്യം അർപ്പിച്ചു. അവിടെ ആ ഭാഷാ പ്രയോഗത്തിൽ നിന്ന് തന്നെ, സലാമുൻ എന്ന് പറഞ്ഞ് നിർത്തിയതിൽ നിന്ന് തന്നെ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവരിങ്ങോട്ട് പറഞ്ഞതിനേക്കാൾ മെച്ചപ്പെട്ട നിലക്കുള്ള പ്രത്യഭിവാദ്യമാണ് നൽകിയത്. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു മര്യാദയാണ്. ഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദുഹാ, നിങ്ങളിലേക്ക് അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ അതേ രൂപത്തിൽ പ്രത്യഭിവാദ്യം അർപ്പിക്കുവീൻ. ഔ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദുഹാ, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട നിലക്ക് നിങ്ങൾ കൊടുക്കണം. ആരും മെച്ചപ്പെട്ട നിലക്ക് കൊടുക്കാനാ പറഞ്ഞു. ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ, അതുകൊണ്ടാണ് ഖുർആൻ തുടങ്ങിയത്. മനസ്സിലാക്കണം. അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ പ്രത്യഭിവാദ്യം ചെയ്യേണ്ടത് ഇങ്ങോട്ട് പറഞ്ഞതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലാണ് അങ്ങോട്ട് പ്രത്യഭിവാദ്യം അർപ്പിക്കേണ്ടത്. ഇല്ലെങ്കിൽ അടുത്ത ചാൻസ് ആണ്, പറഞ്ഞതെങ്കിലും തിരികെ കൊടുക്കണം. അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ഏറ്റവും അഫ്ളലായ രീതി വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ് എന്ന് പറയലാണ്. അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതി. ഇല്ലെങ്കിൽ പറഞ്ഞതെങ്കിലും തിരിച്ചു കൊടുക്കുന്ന രീതി. അപ്പൊ ഇവിടെ സലാമ എന്ന് അവര് പറഞ്ഞതിന്റെയും സലാമുൻ എന്ന് പറഞ്ഞതിന്റെയും ഭാഷയിലുള്ള ആ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് അതില്ലെന്ന് പണ്ഡിതന്മാര് പറഞ്ഞു. രണ്ടാമത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ സലാം മടക്കൽ രണ്ട് സ്ഥലത്തും സലാമുൻ എന്ന് പറഞ്ഞ ഭാഷാ പ്രയോഗത്തിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് പറഞ്ഞതിനേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട പ്രത്യഭിവാദ്യമാണ് അങ്ങോട്ട് സമർപ്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഭാഷയെ സംബന്ധിച്ചുള്ള ചർച്ചാവേളയിൽ പോലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി, അങ്ങനെ ഇവിടെ പറയുന്നത് എന്താണ്? ഫമാ ലബിസ, പിന്നെ അധികം താമസിച്ചില്ല. അവര് വന്ന് സലാം പറഞ്ഞവരെ ഇരുത്തി. ഫമാ ലബിസ, അധികം താമസിയാതെ ഉടനെ തന്നെ അൻജാ ബിഇജ്ലിൻ ഹനീദ്, അവിടുന്ന് അകത്തുപോയി കൊണ്ടുവരികയാണ്. ഹനീദിൻ, ചുട്ട് വേവിക്കപ്പെട്ട ഒരു മൂരിക്കുട്ടനെ, ഒരു മൂരിക്കുട്ടനെ ചുട്ട് വേവിക്കപ്പെട്ട അതിന് കൊണ്ടുവരികയാണ്. ഗസ്റ്റിന്റെ മുമ്പിൽ കൊണ്ടുവന്നു വെക്കുന്നു. എന്നിട്ട് സൂറത്തു ദാരിയാത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങാം. അവിടെ പറയുന്നു, ഫഖറബഹു ഇലൈഹിം ഖാല അലാ തഅകുലൂൻ,
എന്നിട്ട് അവരെ ഇങ്ങനെ ഭക്ഷണത്തിലേക്ക് അങ്ങോട്ട് വിളിച്ചതല്ല, അവരിയ്ക്കുന്നിടത്തേക്ക്, അതിന്റെ ഏറ്റവും മര്യാദയുടെയും ആദരവിന്റെയും രീതിയാണ്. അവരിയ്ക്കുന്നിടത്തേക്ക് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു എന്നാണ്. ഫഖറബഹു ഇലൈഹിം, ഭക്ഷണമുണ്ടാക്കിയിട്ട് അവരെ അങ്ങോട്ട് വിളിച്ചു എന്നല്ല, ഫഖറബഹു ഇലൈഹിം, അവരുടെ സമീപത്തേക്ക് അങ്ങോട്ട് അടുപ്പിച്ചു കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഭവ്യതയോടെ ചോദിക്കുന്നു, അലാ തഅകുലൂൻ, തിന്നുകയല്ലേ ഭക്ഷിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നു മര്യാദപൂർവം. ഏറ്റവും ആതിഥ്യത്തിന്റെ ഏറ്റവും നല്ല മാർഗമാണത്. എന്ത്? അടുത്തേക്കാവുക, ഈ സൗകര്യം ഇല്ലെങ്കിൽ കുറച്ചപ്പുറത്തേക്കാണെങ്കിലും ആ നിലക്ക് വിളിക്കുക. അതൊന്നും മര്യാദകേടല്ല. ഏറ്റവും നല്ല രീതി ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാം കാണിച്ചു തന്നു മാത്രം. എന്നാൽ പലപ്പോഴും ഈ പ്ലേറ്റും എടുത്ത് ഇങ്ങനെ ക്യൂ നിൽക്കേണ്ട ഒരു സിസ്റ്റം വന്നിട്ടുള്ളത് ആലോചിക്കേണ്ട സംഗതി തന്നെയാണ്. പലരും അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ തീരെ സൗകര്യം ഇല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്നതല്ലാതെ ഈ പ്ലേറ്റും പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ക്യൂ നിൽക്കുന്നു, കുറെ നേരം ക്യൂ നിൽക്കണം, ഒരു പ്ലേറ്റും പിടിച്ച് ഒരു സ്പൂൺ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം ഓരോരുത്തർ. ഈ ബുഫേ സിസ്റ്റം അതൊക്കെ സൗകര്യം ഉള്ളയിടത്തൊന്നും അതില്ലാതിരിക്കണം എന്നാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. തീരെ കഴിയില്ലെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത് വെച്ച് വിളമ്പി കൊടുക്കലാണ് അതിന്റെ മര്യാദ. ആളെങ്ങനെ ക്യൂ നിർത്തിയിട്ട് വളരെ വിഷമിപ്പിക്കുന്ന ഒരു സമ്പ്രദായത്തെ ആരും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഏതായിരുന്നാലും ആ മഹാന്മാരായ അതിഥികളെ അവർക്ക് വേണ്ട രൂപത്തിൽ ഏറ്റവും നല്ല അവിടെ ഭക്ഷണം റെഡിയാണ്. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭവനം നേരത്തെ പ്രസിദ്ധമാണ്. ഗസ്റ്റുകളെ ഇത്രത്തോളം ആദരിക്കുന്ന ഒരു പ്രവാചകൻ അവിടെ ഭക്ഷണം ആ റെഡിയായി ഉടനെ തന്നെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ട് വളരെ സ്നേഹത്തോടെ അവരെ പ്രേരിപ്പിക്കുമ്പോ മഹാനവറുകൾ കാണുകയാണ്, ഫലമ്മാ റആ ഐദിയഹും ലാ തസിലു ഇലൈഹി നകിറഹും വഔജസ മിൻഹും ഖീഫതൻ ഖാലൂ ലാ തഖഫ് ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്. ഇബ്രാഹിം അലൈഹിസ്സലാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് സ്നേഹപൂർവ്വം അവരോട് ആവശ്യപ്പെടുമ്പോഴും അവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ല. ഫലമ്മാ റആ ഐദിയഹും, അവരുടെ കൈകളെ ഇബ്രാഹിം കാണുകയാണ്. ലാ തസിലു ഇലൈഹി, ഭക്ഷണത്തളികയിലേക്ക് അവരുടെ കൈകൾ ചലിക്കുന്നില്ല, നീളുന്നില്ല, അവരങ്ങനെ ഇരിപ്പാണെന്ന് കണ്ടപ്പോ നകിറഹും, അവരെ കുറിച്ച് ആശങ്കയായി. ഇബ്രാഹിം അലൈഹിസ്സലാമിന് ആശങ്കയായി. സ്നേഹത്തോടെ ഭക്ഷണം കൊടുത്തിട്ട് എന്താണ് ഇപ്പോ ആശങ്ക തോന്നിയെന്ന് മാത്രല്ല, വഔജസ മിൻഹും ഖീഫതൻ, മഹാനവറുകളുടെ മനസ്സിൽ വന്ന അതിഥികളെ കുറിച്ച് ഭയപ്പാട് തോന്നി. കൊടുത്ത ഭക്ഷണം കഴിക്കാതെ എന്താണ്, വല്ല അപകടവും വരുത്താൻ വന്നതാണോ, എന്തേ ദേശത്തിലാണോ, എന്തെങ്കിലും പ്രശ്നമാണോ? ഇത്ര സ്നേഹത്തോടെ ക്ഷണിച്ചിട്ട് സ്നേഹത്തോടെ അവരുമായി പെരുമാറിയിട്ടും ഒരു കൈ ചലിക്കാതെ ഒരു നിലക്കും ഇതിനോട് സഹകരിക്കാതെ കാണുമ്പോ മഹാനവറുകളുടെ മനസ്സിൽ ഭയം പിടികൂടുകയാണ്, അദ്ദേഹത്തിന്റെ മനസ്സിൽ പേടി തോന്നുകയാണ്. ആ സമയത്താണ് ഈ വന്ന അതിഥികൾ പറയുന്നു, ഖാലൂ ലാ തഖഫ്, പേടിക്കണ്ട, ഭയപ്പെടണ്ട, ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ലൂത്ത് അലൈഹിസ്സലാം എന്ന പ്രവാചകന്റെ നാട്ടിലേക്ക് ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി നിയുക്തരായി അയക്കപ്പെട്ട ദൂതന്മാരാണ് ഞങ്ങൾ. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലാകുന്നത്, വന്ന അതിഥികൾ കാഴ്ചയിൽ മനുഷ്യരാണെങ്കിലും വാസ്തവത്തിൽ അവർ മനുഷ്യരല്ല, അവർ ആദരണീയരായ മലക്കുകളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ബോധ്യമാവുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മഹാനവറുകൾ കാണിച്ച ആതിഥ്യ മര്യാദ അവർക്ക് വിഷമമുണ്ടാകുന്ന നിലക്കൊന്നും ചോദിച്ചില്ല. എല്ലാ പെരുമാറ്റങ്ങളും 100% അവരെ സന്തോഷിപ്പിക്കുന്നത്, ഏറ്റവും ഉള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ട ഫുഡും ഭക്ഷണവുമാണ് അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തത്. ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള അഭിവാദ്യമാണ് തിരിച്ച് സമർപ്പിച്ചത്. നല്ല പെരുമാറ്റമാണ് കാണിച്ചത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രവാചകന് മറഞ്ഞ കാര്യം അറിയാമായിരുന്നില്ല. പ്രവാചകന്മാരും മാത്രല്ല, ഔലിയാക്കള് വരെ മറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാനും അറിയാനും ഭാവി പ്രവചിക്കാനും നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാനും
ആളിങ്ങനെ വരുമ്പോ തന്നെ നിങ്ങൾ എവിടുന്നാ വരുന്നത്, ഇന്നോടത്തുനിന്നല്ലേ എന്നൊക്കെ പറയാനും, അങ്ങനെ എല്ലാം അറിഞ്ഞ കാര്യങ്ങളും അറിയാം. മഹാന്മാരായ പ്രവാചകന്മാർക്കൊന്നും പ്രവാചകന്മാരെ വിളിച്ചു ദുആയിരുന്നാൽ അവര് നമ്മുടെ വിളിയാളം കേൾക്കുമെന്നും ഉത്തരം ചെയ്യുമെന്നും നമ്മെ കാണുമെന്നും, അങ്ങനെ അവർക്ക് മറഞ്ഞതെന്ന ഒന്നില്ല. എല്ലാം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എല്ലാം അവർക്ക് അറിയാമെന്നുമൊക്കെയുള്ള വിശ്വാസം അത് അന്ധവിശ്വാസമാണ്. അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത ഒരു കാര്യവും പ്രവാചകന്മാരായാൽ പോലും അറിയാൻ കഴിയില്ല. അതിനുള്ള ഉദാഹരണമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭവനത്തിലേക്ക് ഈ വന്നവരും മലക്കുകളാണെന്ന വിവരം ഇബ്രാഹിം അലൈഹിസ്സലാമിന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ മലക്കുകളുടെ പ്രകൃതം ഭക്ഷണം കഴിക്കൂലെന്ന് ആർക്കറിയാം? ഇബ്രാഹിം നബിക്ക് അറിയാലോ. അവർ ഭക്ഷണം കഴിക്കുന്നവരല്ല, ഭക്ഷണ പ്രകൃതമല്ല അവർക്ക്. അപ്പൊ അതറിഞ്ഞില്ല. അറിയാത്തത് കൊണ്ട് തന്നെയാണ്, അല്ലാതെ അറിഞ്ഞിട്ടും വരെ കളിയാക്കല്ലോ. മാത്രല്ല വന്നത് എന്തിനാന്ന് അറിയില്ല, അതുകൊണ്ടല്ലോ പേടിച്ചത്. ഇനി ചിലപ്പോ പറയാ എന്ത്, മനുഷ്യവേഷം കൊണ്ട് വന്നാ പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുക, അത് വിചാരിച്ചു കൊടുത്തതാണ്, അറിയാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ എന്തിനാ പേടിച്ചത്? എങ്കിൽ പിന്നെ എന്തിനാ ഭയപ്പെട്ടത്? വന്നത് മലക്കുകളാ, സംഗതിയൊക്കെ എനിക്ക് മനസ്സിലായി, എവിടുക്കാ പോണെന്നും എനിക്കറിയാം, എന്താ ലക്ഷ്യം എന്നും അറിയാവുന്ന ഒരു വിഷയമല്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തിനാ പേടിച്ചത്? നക്കിറഹും വല്ലാതെ ആശങ്ക തോന്നി എന്ന് പറഞ്ഞില്ലേ? ഭയം തോന്നി എന്ന് പറഞ്ഞില്ലേ? മലക്കുകളെയും തിരിച്ചാശ്വസിപ്പിക്കേണ്ടി വന്നില്ലേ? ലാ തഖഫ്, പേടിക്കണ്ട. ലക്ഷ്യം വരെ പറഞ്ഞു കൊടുത്തു. ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ലൂത്ത് അലൈഹിസ്സലാമിന്റെ നാട്ടുകാരെ നശിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകളാ ഞങ്ങള്, അവിടേക്ക് പോകുന്ന വഴിയിലാ ഞങ്ങളെന്ന് പറയുന്നു. അങ്ങനെ ഒരു സംഭവം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അതിന്റെ ശേഷമുണ്ടായ സുവിശേഷങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈ വിവരണങ്ങൾ അവസാനിക്കുന്നിടത്ത് വെച്ച് ബാക്കി കൂട്ടിച്ചേർത്തുകൊണ്ട് പറയാം. മറ്റൊരു സംഭവം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായ മറ്റൊരു സംഭവം, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 260-ാമത്തെ വചനം, ഇദ് ഖാല ഇബ്രാഹിമു റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗതാ. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, റബ്ബിനോടൊരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അപേക്ഷ കൊടുക്കുകയാണ്. റബ്ബി, എന്റെ രക്ഷിതാവേ, അരിനീ, നീ എനിക്കൊന്ന് കാണിച്ചു തന്നാലും, നീ എനിക്കൊന്ന് കാണിച്ചു തന്നാലും. എന്താ കാണിച്ചു തരേണ്ടത്? കൈഫ തുഹ്യിൽ മൗതാ, മരിച്ചവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നതെന്ന്. മരിച്ചവരെ നീ ജീവിപ്പിച്ച് മഹ്ശറിലേക്ക് കൊണ്ടുവരുമല്ലോ. മനുഷ്യരായ ജനങ്ങളെയും എല്ലാ ആളുകളെയും, മനുഷ്യ ജിന്നുവർഗങ്ങളെ മുഴുവനും പരലോകത്തേക്ക് എല്ലാവരെയും കൊണ്ടുവരുമല്ലോ. മരിച്ചവരെ ജീവിപ്പിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവരുമല്ലോ. റബ്ബേ, എങ്ങനെയാണ് മരിച്ചവരെ നീ ജീവിപ്പിക്കുന്നത് എന്ന് നിക്കൊന്ന് കാണിച്ചു തന്നാലും. അള്ളാഹുവിന്റെ ചോദ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്, ഖാല അവലം തുഅ്മിൻ, നീ വിശ്വസിച്ചിട്ടില്ലയോ? നിങ്ങൾക്ക് വിശ്വാസല്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടാ? അല്ല. ഖാല, അദ്ദേഹം പറഞ്ഞു, ബലാ, വിശ്വസിച്ചിട്ടുണ്ട് റബ്ബേ. ഒരു തരിമ്പ് പോലും എനിക്ക് വിശ്വാസക്കുറവില്ല, സംശയമേതുമില്ല, ആശങ്കയില്ല. ഒരു നിലക്കും അതിൽ ഒരു ചാഞ്ചാടുന്ന മനസ്സും എനിക്കില്ലാതെ നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്. പക്ഷേ ആ വിവരം എനിക്കുണ്ട്. പക്ഷേ വലാകില്ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിനൊരു അടക്കം കിട്ടാൻ വേണ്ടിയാണ്. അഥവാ പണ്ഡിതന്മാര് പറയാണ്, ഇൽമുൽ യഖീനിൽ നിന്ന് ഐനുൽ യഖീനിലേക്കുള്ള മാറ്റമാണ് മഹാനവറുകൾ ചോദിച്ചത്. ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായ അറിവ്. നബിക്ക് ഒരു സംശയമില്ല, സംഗതി നടക്കും, മരിച്ചവരെ അല്ലാഹ് ഹയാത്താക്കും, ഒരു സംശയമില്ല, വിശ്വാസക്കുറവില്ല. അതാണ് ഇൽമുൽ യഖീൻ. ആ ഇൽമുൽ യഖീനുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു പടി കൂടെ കടന്നിട്ട് എന്ത് ചെയ്യാണ്? ഐനുൽ യഖീനിലേക്കുള്ള ഒരാവശ്യം അല്ലാഹുവിന്റെ മുമ്പിൽ പറയണം. എന്നാൽ ആ യഖീൻ ഒന്ന് കാണാൻ, യഖീനായിട്ട് ഉറപ്പായിട്ട് നടക്കുന്ന സംഗതി ഒന്ന് കാണാൻ ഒരു പൂതി ഉണ്ടാവുമല്ലോ. അതൊന്നെനിക്ക് കാണാനുള്ള മോഹം കൊണ്ടാണ് എന്റെ മനസ്സിന് ഒന്നുകൂടി ഒരടക്കം കിട്ടാൻ. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറയുന്നു, ഖാല ഫഖുദ് അർബഅതം മിനത് ത്വയ്ർ,
നീ 4 പക്ഷികളെ പിടിച്ചുകൊണ്ടുവരണം. 4 പറവകളെ, 4 പക്ഷികളെ പിടിച്ചുകൊണ്ടുവരണം. എന്താ പേര് എന്നൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഏത് പക്ഷിയാണ്, ഏത് ഐറ്റത്തിൽപ്പെട്ട പക്ഷിയാണ്, ഏത് ഇനമാണ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. കുറെ ആൾക്കാർ അതിന്റെ പിന്നാലെ പോയിട്ടുണ്ട്. ഏതായിരുന്നു ആ പക്ഷി, ഏതായിരുന്നു 4 എണ്ണം, ഒന്നും ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ അള്ളാഹ് പറയും, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരും. പിന്നെ അത് ഏതായിരുന്നു ആ പക്ഷി എന്ന് വെച്ച് നടക്കേണ്ടതില്ല. 4 പക്ഷികളെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഫസുറുഹുന്ന ഇലൈക, നിന്റെ അടുക്കലേക്ക് നീ അവരെ കൂട്ടിച്ചേർത്തുകൊള്ളുക. ആ പക്ഷികളെയൊക്കെ നിന്റെ അടുക്കലേക്ക് നീ കൂട്ടിച്ചേർത്തുകൊള്ളുക. എന്തിനാ അങ്ങനെ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞത്? അങ്ങനെ കൂട്ടിച്ചേർത്ത് നല്ലോണം ഇണക്കണം, ഇണക്കി കൂടെ നിർത്തണം. ഇബ്രാഹിം നബിക്ക് പരിചയമാവണം ഏതൊക്കെ ഈ 4 പക്ഷികള്, ഓരോന്നിന്റെ രൂപം മനസ്സിലാവണം. ഇതൊക്കെ കൊത്തി നുറുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ അത് വരുമ്പോ ഇതന്നെയാണോ എന്ന് അറിയണ്ടേ? പിടിച്ചുകൊണ്ടുവന്ന് വാടകയെ കൊണ്ടുപോയിട്ട് അർത്താണ് വെച്ചാൽ പിന്നെ മനസ്സിലാവൂ ഏതാത് പക്ഷി. അതുകൊണ്ട് ഫസുറുഹുന്ന ഇലൈക, ഫസുറുഹുന്ന ഇലൈക, നിന്റെ അടുക്കലേക്ക് നീ അവയെ ഇണക്കി ചേർത്തുകൊള്ളുക. അങ്ങനെ പരിചയപ്പെട്ട് ഇണക്കി കൊണ്ടുവന്ന് അതിന്റെ വിശദീകരണങ്ങളിൽ കാണാം, ഈ പ്രയോഗങ്ങൾ മനസ്സിലാക്കാം. പിന്നീട് അതിനൊക്കെ പരിചയമായി ഏതാണൊക്കെ കൃത്യമായി മനസ്സിലായിട്ട് അറുത്ത് കഷ്ണിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് എന്നിട്ട് പരിസരത്ത് കാണുന്ന എല്ലാ മലകളിലും അതിൽ നിന്ന് ഓരോ ഭാഗം, ഓരോ അംശം നീ കൊണ്ടുപോയി വെച്ചേക്കണം. ഇതൊക്കെ അർത്ഥ ശരിയാക്കി കുട്ടിക്കുഴച്ച് ഓരോ വിഹിതം ഓരോ മലകളിൽ ജബലിൽ കൊണ്ടുപോയിട്ട് നീ കൊണ്ടുപോയിട്ട് വെക്കണം. എന്നിട്ട് പിന്നീട് നീ അവയെ വിളിക്കുക. പിന്നീട് നീ അവയെ വിളിക്കണം. അപ്പോൾ അവ നിന്റെ അടുക്കലേക്ക് ഓടി വരുന്നത് നിനക്ക് കാണാം. വഅലം, നീ അറിഞ്ഞണം, അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു അസീസുൻ ഹകീം, അവൻ അന്തസ്സുള്ളവനാണ്, അഗാധമായ ജ്ഞാനമുള്ളവനുമാകുന്നു. നീ മനസ്സിലാക്കണം. അല്ലാഹു തആല പറയാണ് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചത് എന്തൊക്കെയാണ്? അദ്ദേഹം ചോദിക്കുന്നു, എങ്ങനെയാണ് ഈ മരിച്ചവരെ ഹയാത്താക്കുക? എങ്ങനെയെന്നുള്ള ചോദ്യം 2 ഉണ്ട്, 2 നിലക്കുണ്ട് ചോദ്യം. എങ്ങനെ ഇപ്പൊ സംഭവിക്കുക? സംശയിക്കുന്നവർ ചോദിക്കും, അതെങ്ങനെ നടക്കാനാന്ന് ചോദിക്കും. ഇതല്ല, എങ്ങനെ ആ രൂപം ഒന്ന് കാണാനാണ്. പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും മരിച്ചവരെ ജീവനടിക്കാൻ കഴിയൂല, മരിച്ചവരെ ജീവനടിക്കാൻ കഴിയൂല. എത്രയോ കാലങ്ങൾക്ക് ശേഷം 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും ഒക്കെ ജീവിച്ച ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ കുറിച്ച് പറയുന്നത്, ചത്തേ ചകത്തിന് ജീവനിടീച്ചോവർ, ചാകും കിലേശത്തെ നന്നാക്കി വിട്ടോവർ എന്നാണ്. ചത്തേ ചകത്തിന് ജീവനിടീച്ചോവർ. അതെന്താ? മയ്യത്തിന് ജീവൻ കൊടുത്തയാളാണ് ആര്? ശൈഖ് ജീലാനി എന്നാണ് അവകാശപ്പെടുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പോലും അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, കൈഫ തുഹ്യിൽ മൗതാ, എങ്ങനെയാണ് മരിച്ചവരെ ജീവനിടിക്കുന്നത്? എങ്ങനെയാണ്, എപ്രകാരമാണ്? അതൊന്ന് നേരിട്ട് കാണാനുള്ള ഭൂതിയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ഹയാത്താക്കിയിട്ടുണ്ട്. അള്ളാന്റെ കൽപ്പന പ്രകാരം അവിടെ ജീവൻ നൽകുന്നത് ഈസാ നബി അലൈഹിസ്സലാം അല്ല. മുഅ്ജിസത്തുകളൊക്കെ നമ്മൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മുഅ്ജിസത്തുകളുടെ ഒന്നും പ്രവർത്തനം ആരല്ല നടത്തുന്നത്? പ്രവാചകന്മാരല്ല. അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അതിലുള്ള അമാനുഷികമായ കാര്യം നടപ്പിലാക്കുന്നത് അവരല്ല, അല്ലാഹു ആകുന്നു. ഏതുപോലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലുള്ള വടി നിലത്തേക്ക് ഇട്ടപ്പോൾ അത് പാമ്പായി മാറി. ഇവിടെ എന്താണ് മൂസാ നബി അലൈഹിസ്സലാം ചെയ്ത പ്രവൃത്തി? എന്താണ്? അള്ളാന്റെ നിർദ്ദേശപ്രകാരം മഹാനവറുകളുടെ കയ്യിലുള്ള വടി താഴേക്കിടുന്നു. അതോടുകൂടെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രവൃത്തി അവസാനിച്ചു. പിന്നീട് അതൊരു പാമ്പായി മാറി. അതാരാ ചെയ്തത്?
ഒരു ജീവനുള്ള വസ്തുവായി അത് മാറ്റി അതാരാ ചെയ്യുന്നത്? മൂസാ നബി അലൈഹിസ്സലാമാണോ? അല്ല, അത് അള്ളാഹു ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ മരണപ്പെട്ടവരെ വിളിക്കുമ്പോൾ എഴുന്നേൽക്കുന്നു. ആ വിളിയുടെ പ്രവർത്തനം അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്യുന്നത്. എഴുന്നേൽക്കൂ എന്ന് പറയലേ നടക്കുന്നുള്ളൂ. ആ ജഡത്തിൽ ജീവൻ കൊടുക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാം അല്ല, അല്ലാഹുവാണ്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത മറ്റൊരു അമാനുഷികമായ ദൃഷ്ടാന്തമുണ്ട്. ഈസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ നമുക്ക് വിശദമായി എവിടെ വെച്ച് പറയാം. സൂചനയാ പറയുന്നത്, പക്ഷിയുടെ രൂപമുണ്ടാക്കിയിട്ട് അതിൽ ഊതുമ്പോൾ ഒരു പക്ഷിയായി പറക്കും. അവിടെ ഈസാ നബി അലൈഹിസ്സലാം ചെയ്യുന്നത് എന്താ? കളിമണ്ണ് കൊണ്ടൊരു പക്ഷിയുടെ രൂപമുണ്ടാക്കൽ പ്രവൃത്തിയാ ചെയ്യുന്നത്. ഊത്തും മാത്രമാണ് നടത്തുന്നത്. അതിൽ ജീവനിടിക്കുന്നതും അതിനൊരു പക്ഷിയായി പറപ്പിക്കുന്നതും ഈസാ നബി അലൈഹിസ്സലാം അല്ല. ആരാണ്? അല്ലാഹുവാണ്. അതാണ് വ്യത്യാസം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കരങ്ങളിലൂടെ ഇതാ അത്ഭുതം റബ്ബ് നടത്താൻ പോവുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പക്ഷികളെ പിടിക്കാൻ പറഞ്ഞു. അദ്ദേഹം പരിചയപ്പെടാൻ വേണ്ടി അതിന്റെ കൂടെ ഇണങ്ങുന്നു, പരിചയപ്പെടുന്നു. അതിന്റെ വിവരണങ്ങളിൽ നിന്നും പ്രതിപാദനങ്ങളിൽ നിന്നും അതിൽ നിന്നും ഒരംശം കൊണ്ടുപോയി എല്ലാ മലകളിലും 4 മലകളിലെന്നല്ല പറഞ്ഞത്. ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, 4 മലയിലെ പരിസരത്തുള്ള ഏത് മലയിലും ഇതിൽ നിന്ന് ഓരോ അംശം കൊണ്ടുപോയിട്ട് വെക്കാൻ. എന്നിട്ട് വിളിച്ചാൽ അവ നിന്റെ അടുക്കലേക്ക് ഓടി വരും എന്നല്ലേ പറഞ്ഞത്. അതിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാമിന് റബ്ബ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മരിച്ചവരെ ജീവിപ്പിക്കുന്നതിന് അള്ളാഹുവിന് ഇത്ര മാത്രമേ വേണ്ടൂ, ഒരു വിളി. മരിച്ചവരെല്ലാം കൂടെ ഹയാത്താക്കാൻ അള്ളാഹ്ക്ക് ഒരു വിളി. ആ ഒരൊറ്റ വിളി തൽക്ഷണം എല്ലാവരും അവന്റെ അടുക്കൽ ഓടിയെത്തും. അങ്ങനെയുള്ള വിളിയാണ് സൂറെന്ന കാഹളത്തിലുള്ള ഊത്ത്. ഇസ്രാഫീൽ ഒറ്റ വിളിയാണ്. വനുഫിഖ ഫീഹി ഉഖ്റാ ഫഇദാ ഹും ഖിയാമുൻ യൻളുറൂൻ. രണ്ടാമതൊരു ഊത്തൂരുന്ന വേളയിൽ അതാ സർവരും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എഴുന്നേൽപ്പിക്കപ്പെടുന്നു. ഖബറുകളിൽ നിന്ന് പുറത്തേക്ക് എഴുന്നേറ്റ് വരുന്നു. ഒരൊറ്റ വിളി. ആ വിളിയോടെ ആ ഊത്ത് സംഭവിച്ച ഖബറുകളിൽ നിന്ന് മനുഷ്യരെല്ലാം റബ്ബിന്റെ അടുക്കലേക്ക് ഓടിയെത്തും. ഇബ്രാഹിം അലൈഹിസ്സലാമിന് റബ്ബ് പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലാഹുവിന് ഇതൊക്കെ നിസ്സാരമാണ്. വഅലം, നീ അറിയണം, അന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ള അന്തസ്സുടേവനാണ്, ഇസ്സത്തുള്ളവനാണ്, അഗാധമായ അറിവുള്ളവനാണ്. അപ്പൊ നിനക്ക് കഴിയോ? ആ കഴിവിൽ സംശയിച്ചിട്ടൊന്നല്ല. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒന്നുകൂടെ കാണുമ്പോഴുള്ളൊരു സന്തോഷം, അതൊന്ന് കാണാൻ വേണ്ടിയാണ് ആ ചോദിച്ചത് എന്ന് ഇതിന്റെ വിവരണങ്ങളിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം മൂഖനാണ്, ഒരു സംശയവും മഹാനവറുകൾക്കില്ല. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് നടന്ന അത്ഭുതകരമായ മറ്റൊരു കാര്യം അതായിരുന്നു. ഇനി വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ 4 പ്രവാചകന്മാർക്കാണ് പ്രത്യേകമായി വേദഗ്രന്ഥങ്ങൾ കിതാബുകളായി കൊണ്ട് റബ്ബ് നൽകിയിട്ടുള്ളത്. പ്രത്യേകം വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള 4 പ്രവാചകന്മാരാണുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തൗറാത്ത് നൽകപ്പെട്ട മൂസാ അലൈഹിസ്സലാം, ഇഞ്ചീൽ നൽകപ്പെട്ട ഈസാ അലൈഹിസ്സലാം, സബൂർ നൽകപ്പെട്ട ദാവൂദ് അലൈഹിസ്സലാം, ഫുർഖാനുൽ അദീം അഥവാ പരിശുദ്ധ ഖുർആൻ നൽകി അനുഗ്രഹിക്കപ്പെട്ട മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതല്ലാത്ത നിലക്കുള്ള ഏടുകളും നൽകപ്പെട്ടവരുണ്ട്. അതിന് സുഹഫ് എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്. അത് വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്കും നൽകിയിട്ടുണ്ട്, അല്ലാത്തവർക്കും കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, 36 മുതൽ 39 വരെയുള്ള ആയത്തുകൾ. അം ലം യുനബ്ബ ബിമാ ഫീ സുഹഫി മൂസാ وإبراهيم الذي وفى ألا تزر وازرة وزر أخرى وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى ثم يجزاه الجزاء الأوفى أم لم ينبأ വാർത്ത അറിയിക്കപ്പെട്ടില്ലയോ ബിമാ ഫീ സുഹഫി മൂസാ വഇബ്രാഹീമ അല്ലദീ വഫാ, മൂസാക്ക് നൽകപ്പെട്ട ഏടുകളിലും
എല്ലാ കടമകളും കൃത്യമായി നിർവഹിച്ചു പൂർത്തീകരിച്ച ഇബ്രാഹീമിന് നൽകപ്പെട്ട ഏടുകളിലും പറഞ്ഞ വർത്തമാനം കേട്ടില്ലേ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബിക്കും സുഹഫ് നൽകിയിട്ടുണ്ട്. ഇബ്രാഹിം നബിക്ക് കിതാബായിട്ടൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ ഏടുകൾ, പേജുകൾ, നിർദ്ദേശങ്ങളും കൽപ്പനകളും ഒക്കെ അടങ്ങുന്ന ഏടുകളായിക്കൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനും കിട്ടിയിട്ടുണ്ട്. തൗറാത്ത് എന്ന വേദഗ്രന്ഥം കിട്ടിയ മൂസ നബിക്കും വേറെ ഏടുകൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് സുഹഫി മൂസ എന്ന് പറയാൻ കാരണം. എല്ലാവരോടും പറഞ്ഞ തത്വം എന്താ പറയുന്നത്? അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ. ഒരാളും ഒരു പാപഭാരവും മറ്റൊരാളുടെ പാപഭാരം പരലോകത്ത് വേറൊരാൾ ഏറ്റെടുക്കൂല. അത് ഇവിടെ നടക്കുള്ളൂ, പരലോകം അതിന് നടക്കൂല. അത് നടക്കൂല. ഇവിടെ കാശും പണവും സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത കൊലക്കുറ്റം ഞാൻ ഏറ്റു എന്ന് പറയാം. എന്റെ ബാങ്ക് ബാലൻസ് അവിടെ കൃത്യമായിട്ട് ഇങ്ങനെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ മാസം തെറ്റിയാൽ മതി, ഞാൻ പോയി കടന്നോളാം ജയിലിൽ എന്ന് പറയും. ഒന്നും അവിടെ നടക്കൂല. പരലോകത്തതൊന്നും നടക്കൂല. ഒരാൾക്കും ഒരാളുടെ പാപഭാരം ഏറ്റെടുക്കാൻ കഴിയൂല. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഒരു മനുഷ്യന് അവൻ എന്താണോ അധ്വാനിച്ചത് അതേ അവന് അവകാശപ്പെടാനുള്ളതുള്ളൂ. വേറൊന്നും അവകാശപ്പെടാനില്ല. അതവിടെ പരലോകത്ത് കാണും. വളരെ പരിപൂർണമായ നിലക്ക് അവന് പ്രതിഫലം നൽകപ്പെടും. ഇത് ഇന്നുണ്ടായ നിയമമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിനോട് മാത്രം പഠിപ്പിക്കപ്പെട്ട നിയമമല്ല എന്നാ പറയേണ്ടത്. ഇബ്രാഹിം നബിക്ക് നൽകപ്പെട്ട ഏടുകളിലും ഈ കാര്യമുണ്ട്, മൂസ നബിക്ക് നൽകപ്പെട്ട ഏടുകളിലും ഈ വസ്തുതയുണ്ട്. അതുപോലെ തന്നെ വേറെ സ്ഥലത്ത്, മറ്റൊരു സ്ഥലത്ത് നമുക്ക് സുപരിചിതമായ സൂറത്തുൽ അഅ്ലാ, ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ ഇന്ന ഹാദാ ലഫി الصحഫിൽ ഊലാ സുഹഫി ഇബ്രാഹീമ വമൂസാ. അവിടെയും പറഞ്ഞു, രണ്ടാളെയും ഒരുമിച്ച് പറഞ്ഞു. എന്താണ്? സംസ്കരണം നേടിയവർ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. മനസ്സ് ക്ലിയറാക്കിയവൻ, മനസ്സിനെ ശുദ്ധീകരിച്ചവൻ, പുറത്തേക്ക് ശുദ്ധി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, അകം ക്ലീനാക്കിയവൻ തീർച്ച അവൻ വിജയിച്ചിരിക്കുന്നു. തന്റെ റബ്ബിനെ ഓർക്കേണ്ട പ്രകാരം ഓർക്കുകയും നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും ഒക്കെ ചെയ്തവർ. എന്നാൽ മനുഷ്യർ പലരും ദുനിയാവിന്റെ ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആഖിറമാണ് എന്നെന്നും ബാക്കിയാകുന്ന ജീവിതമെന്ന് അറിഞ്ഞിട്ട് പോലും, കാരണം അവന്റെ പരിസരത്ത് കാണുന്ന പലരെയും പിന്നെ അവൻ കണ്ടിട്ടില്ല. ഇപ്പൊ സംസാരിച്ച് പിരിഞ്ഞവരെ കുറച്ച് കഴിയുമ്പോ കാണില്ല. അവന് തന്നെ അറിയാ ഈ ലോക ജീവിതം കുറച്ചേ ഉള്ളൂ. പക്ഷെ എന്നിട്ടും അവൻ ആഖിറത്തിന് വില കാണിക്കുന്നില്ലല്ലോ. അവൻ ദുനിയാവാണ് ചിന്തിക്കുന്നത്. ഇവിടെ എന്റെ കാര്യം എന്താകും, ഇവിടെ എന്റെ പ്രശ്നം എന്താകും, ഞാനിങ്ങനെ ചെയ്താൽ, ഞാനിങ്ങനെ പ്രവർത്തിച്ചാൽ ഈ ഭൂമിയിൽ എന്റെ അവസ്ഥ എന്താകും, ഞാനെങ്ങനെ മുന്നോട്ട് നീങ്ങും, ഞാനെങ്ങനെ പിന്നെ ജീവിക്കും, ഞാനെങ്ങനെ ആളുകളോട് സമാധാനം പറയും എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിന്റെ പാതയിൽ നിന്ന് പിറകോട്ടടിക്കുമ്പോ മനുഷ്യനൊന്ന് ചിന്തിക്കണ്ടേ? അതല്ലടോ നീ ചിന്തിക്കേണ്ടത്. ഞാൻ അവരുടെ മുമ്പിൽ എന്ത് ചെയ്യും, എന്റെ ബാക്കി കാര്യം എന്താവും, എന്റെ ജീവിതം ഇവിടുത്തെ എന്താവും എന്നതല്ല നീ ചിന്തിക്കേണ്ടത്. ഈ സെക്കൻഡിലെങ്ങാനും ഞാൻ അങ്ങ് മരണപ്പെട്ടു പോയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ പരലോകത്തേക്കുള്ള യാത്രാമധ്യേ ആദ്യമായി ചെന്ന് കിടക്കേണ്ട ഖബർ എന്ന വീട്ടിൽ ഞാൻ പോയി കിടക്കുമ്പോ എനിക്ക് വക്കാലത്ത് പറയാൻ എന്റെ കുടുംബമുണ്ടാകുമോ, എന്റെ പാർട്ടിക്കാരുണ്ടാകുമോ, എന്റെ നാട്ടുകാരുണ്ടാകുമോ, എന്റെ കുടുംബങ്ങൾ ഉണ്ടാകുമോ, ലോകത്ത് ആരെങ്കിലും ഉണ്ടാകുമോ, എന്റെ പണമുണ്ടാകുമോ, എന്റെ ബാങ്ക് ബാലൻസ് അവിടെ വരുമോ, എന്റെ സ്വാധീനത്തിന്റെ വക്താക്കൾ വന്നുകൊണ്ട് അവനെ ശിക്ഷിക്കല്ലേ എന്ന വക്കാലത്ത് ഏറ്റെടുക്കാൻ ആരെങ്കിലും വരുമോ? ഇല്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആർക്കും വേണ്ടി ദീന് നശിപ്പിക്കണ്ട, ആർക്കും വേണ്ടി ആദർശത്തെ പണയപ്പെടുത്തണ്ട, ആർക്കും വേണ്ടി നിന്റേതായ സത്യത്തെ നീ മൂടിവെക്കേണ്ടതില്ല. കാരണം അവരെയല്ല നീ പേടിക്കേണ്ടത്. അവരെന്താകും, അവരെന്നെ എന്ത് ചെയ്യും, അവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും എന്നതല്ല. ഞാൻ ഈ സ്പോട്ടിലെങ്ങാനും മരിച്ചുപോയാൽ ആർക്കും എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ കഴിയാനില്ലാത്ത ഒരു ലോകത്തേക്ക് ഞാൻ അങ്ങ് നീങ്ങിപ്പോയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു തിരിച്ചുവരവിന്
ചാൻസ് ഇല്ലാത്ത ലോകത്ത് നിന്നല്ലേ മരണത്തിന്റെ മാലാഖ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇനി ഒരു മടക്കത്തിന്റെ ചാൻസ് ഇല്ലാത്ത ലോകത്തേക്കല്ലേ ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ നന്നാവണമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ അധിക ആളുകളുടെയും സ്വഭാവം റബ്ബ് പറയുന്നത് ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, ഈ ലോക ജീവിതത്തെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. ഏത് സ്ഥിതിയിലാ ഈ ലോകത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്നത്? വല്ലാഹിറതു, മരണാനന്തരം പോയി വിചാരണയ്ക്ക് വേണ്ടി നിന്നു കൊടുക്കേണ്ടുന്ന പരലോകം, അതാണ് ഏറ്റവും ഹൈറായ ജീവിതം, അതാണ് ഉത്തമമായ ജീവിതം, അതാണ് ശാശ്വതമായ ജീവിതം എന്നറിഞ്ഞിട്ടും ഈ ക്ഷണികമായ ദുനിയാവിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നുവോ? അതല്ലേ മനുഷ്യന്റെ സ്വഭാവം. അത് വേണ്ടാന്നല്ല പറയുന്നു, അത് ഒഴിവാക്കണം എന്നല്ല പറയും. എന്നിട്ടാ പറഞ്ഞത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തടങ്ങുന്ന ഈ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന മനുഷ്യരെ, ഇതൊന്നും നിങ്ങളോട് മാത്രം പറയുന്ന നിയമമാണെന്ന് വിചാരിക്കരുത്. ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ പൂർവീകർക്ക് നൽകപ്പെട്ട ഏടുകളിലും പറഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ്. അഥവാ സുഹുഫി ഇബ്രാഹീം വ മൂസ, ഇബ്രാഹീമിന് നൽകപ്പെട്ട ഏടുകളിലും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, മൂസാക്ക് നൽകപ്പെട്ട ഏടുകളിലും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ എന്തായിരുന്നു പിന്നെ സുഹഫുകളിൽ ഉണ്ടായിരുന്ന മറ്റ് വിശദ വിവരങ്ങൾ? അത് നമുക്ക് അറിഞ്ഞൂടാ. കാരണം അള്ളാഹ് പറഞ്ഞു തന്നത് നമുക്ക് പറയാം, അല്ലാത്തത് നമ്മളാ ഏട് കണ്ടിട്ടില്ല, നമ്മളെ കൈകളിൽ അതില്ല. അതിന്റെ വിശദ വിവരണങ്ങൾ അതവർക്ക് നൽകിയിട്ടുള്ള അള്ളാഹുവാണ് പറയേണ്ടത്. അവൻ പറഞ്ഞു തരാത്തിടത്തോളം ബാക്കി പിന്നെ എന്തൊക്കെയാ ഏടുകളിൽ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ അല്ലാഹു അഅലം, അല്ലാഹു അഅലം, നമുക്കറിയില്ല. ഏതായിരുന്നാലും ഇബ്രാഹിം അലൈഹിസ്സലാമിനും ഏട് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മഹാനവറുകളുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ 80 വയസ്സിലാണ് അദ്ദേഹം ചേലാകർമ്മത്തിന് വിധേയനാകുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന അത്ര വൈകിയിട്ടാ ഉണ്ടായത്. 80 വയസ്സെത്തി നിൽക്കുന്ന, വാർദ്ധക്യത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന മഹാനുഭാവനായ പ്രവാചകൻ 80ാമത്തെ വയസ്സിലാണ് ചേലാകർമ്മം ചെയ്തത്. ബുഖാരിയിലും മുസ്ലിമിലും കാണാം, ഇഖ്തതന ഇബ്രാഹിം അലൈഹിസ്സലാം വഹുവ ഇബ്നു 80 സന. 80ാമത്തെ വയസ്സിലാണ് അവിടുന്ന് ഇസ്ലാമിലെ ആ പുണ്യകർമ്മം, മനുഷ്യ ശുദ്ധിക്ക് അനിവാര്യമായ കാര്യം, ലിംഗാഗ്ര ചർമ്മം ഛേദിച്ച് കളഞ്ഞുകൊണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നജസിൽ നിന്ന് പൂർണ്ണമായും അവന് മുക്തി നൽകുന്ന, ലൈംഗിക രംഗത്തും അവന് ആസ്വാദനം കൂടുതൽ നൽകുന്ന, അതുപോലെ തന്നെ ഒരുപാട് മ്ലേച്ഛതകളിൽ നിന്ന് ആരോഗ്യത്തെ കാത്തുരക്ഷിക്കുന്നതെന്ന് ലോകം എന്തും സമ്മതിച്ചുകൊണ്ടിരിക്കുന്ന, ആരുടെ സമ്മതമില്ലെങ്കിലും വലിയ കാര്യമാണെന്ന് മുസ്ലിം ലോകം അഭിമാനത്തോടെ ഓർക്കുന്ന ആ കാര്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നടന്നത് 80ാമത്തെ വയസ്സിലാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരും. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ രൂപത്തെ പറ്റി നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ രൂപം, ശാരീരികമായ രൂപം ബുഖാരിയിൽ കാണാം, അതാനിൽ ലൈലത ആതിയാനി ഫഅതയാനി അലാ റജുലിൻ തവീൽ ലാ അകാദു അറാ റഅസഹു തൂലൻ വഇന്നഹു ഇബ്രാഹിം അലൈഹിസ്സലാം. ബുഖാരിയിൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എൻ്റെ അടുക്കൽ രാത്രിയിൽ 2 ആൾ വന്നു. 2 ആളും കൂടി ഒരാളെങ്ങനെ കൊണ്ടുവരുന്നു, കൂടെ ഒരാളുണ്ട്, 2 ആളുടെ കൂടെ ഒരാൾ വരുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല പൊക്കമുള്ള ഒരാൾ, അതൊരു ചന്തം കാണാൻ. ഞാനിങ്ങനെ നോക്കിയപ്പോ തലയിൽ ഇങ്ങനെ നോക്കാൻ എനിക്ക് കഴിയണില്ല. തൂലൻ, നല്ല പൊക്കം, നല്ല ഹൈറ്റ് ഉള്ള സുന്ദരൻ. ആരാന്നറിയോ നിങ്ങൾക്ക്? ഇന്നഹു ഇബ്രാഹിം അലൈഹിസ്സലാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആയിരുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാം ആയിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആ അവസരത്തിലും കണ്ടിട്ടുണ്ട്. മിഅ്റാജിന് പോയപ്പോൾ ആകാശത്തിന്റെ മുകളിൽ ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന അത്ഭുതകരമായ വിശുദ്ധ കഅബാലയത്തിന്റെ നേരെ മുകളിലേക്ക്, വാനലോകത്തെ 7 ആകാശത്തിന്റെയും മുകളിലായ 7ാമത്തെ ആകാശത്തിൽ സ്വർഗത്തിന്റെ സമീപത്തായി കൊണ്ടുള്ള ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന ആ ബൈത്തുൽ മഅ്മൂറിലേക്ക് ഇങ്ങനെ ചാരി ഇരിക്കുന്ന സൗന്ദര്യമായ രൂപവും സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. മാത്രമല്ല അവിടുന്ന് പലപ്പോഴും പറയാറുണ്ട് എന്ത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടു. അന്നേരം ആരാണിപ്പോ അദ്ദേഹത്തിന്റെ പോലെന്ന് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ എന്നിങ്ങനെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്, സാഹിബുക്കും, പ്രവാചകൻ പറയണ്, ഞാനിങ്ങനെ അള്ളാഹിന്റെ റസൂലായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടു.
ഏറ്റവും അദ്ദേഹത്തിന് രൂപസാദൃശ്യം ആരോടാണ് ഞാൻ പറയേണ്ടത് എന്ന് അവസാനം പറഞ്ഞു, സാഹിബുക്കും യഅനി നഫ്സഹു, എന്നെ പോലെ ഉണ്ട്, എന്നോടാണ് ഏറ്റവും സാദൃശ്യമുള്ളത് ഇബ്രാഹിം അലൈഹിസ്സലാം. കണ്ടോ ആ സാദൃശ്യവും രൂപസാദൃശ്യവും നമ്മുടെ നിസ്കാരത്തിൽ ഇങ്ങനെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അതെ, രൂപത്തിലും സാദൃശ്യം, ആദർശം എല്ലാം ഇബ്രാഹിമി മില്ലത്ത്. ലോകത്ത് മുസ്ലിമീങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോ പറയുന്നു അലാ മില്ലത്തി അബീന ഇബ്രാഹിം അലൈഹിസ്സലാം. എല്ലാ പ്രഭാതത്തിലും നമ്മൾ പറയുന്ന ദിക്റുകളിൽ അതുണ്ട്. നമ്മൾ പറയാറുണ്ടോ ഇല്ലേ എന്നത് വേറെ വിഷയമാണ്. പറയണം. കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ സൂചിപ്പിച്ചു, മറക്കരുത്. പ്രഭാത പ്രാർത്ഥനകളുടെ കൂട്ടത്തിലും നമ്മൾ പറയുന്നുണ്ട്, ഞാൻ അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം, ഞാൻ ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലായിട്ടതാ പ്രഭാതത്തിലായിട്ടുണ്ട്. അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം. എന്നിട്ട് പറയുന്നുണ്ട് വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം. ശേഷം പറയുന്നുണ്ട് ഇബ്രാഹിമിന്റെ മില്ലത്തിലായിക്കൊണ്ട് ഞാനിതാ പ്രഭാതത്തിൽ. ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ നമ്മൾ അത് ഓർക്കുന്നുണ്ട്, നമ്മുടെ നിസ്കാരങ്ങളിൽ ഓർക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും ലോകത്തെല്ലാവരോടും പറഞ്ഞു, ഇബ്രാഹിമി ചര്യ നിങ്ങൾ പിന്തുടരണം. അപ്പൊ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം അവസാനിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സന്താനങ്ങൾ കുറെ ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. 7 മക്കൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പിൽക്കാലത്തുണ്ടായി എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം. പക്ഷേ നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന 2 മക്കളാണുള്ളത്. അത് ആദ്യ പുത്രനായി ഹാജറിൽ ജനിക്കുന്ന ഇസ്മായിൽ അലൈഹിസ്സലാമും പിന്നീട് ഈ പറഞ്ഞ രൂപത്തിലുള്ള സുവിശേഷത്തിലൂടെ കിട്ടിയവനായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദ്യത്തെ ഇസ്മായിലിന്റെ ഉമ്മ ഹാജർ റളിയല്ലാഹു അൻഹ, ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ ഉമ്മ സാറ റളിയല്ലാഹു അൻഹ. ഇവരിൽ നിന്നാണ്. അങ്ങനെ വേറെയും സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ അർത്ഥത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടായ ഈ 2 മക്കൾ, ഈ 2 മക്കളാണ് പ്രവാചകന്മാരായി മാറിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെത് അതൊക്കെ വളരെ കുറഞ്ഞേയുള്ളൂ. അതുപോലെ തന്നെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെത്, യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെത്. കാരണം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പുത്രനായി കൊണ്ടാണ് യാക്കൂബ് അലൈഹിസ്സലാം വരുന്നത്. ഞാൻ അവരെ കുറിച്ചൊന്നും വിശുദ്ധ ഖുർആൻ അധികം പറഞ്ഞിട്ടില്ല, അധിക വിവരണങ്ങളൊന്നുമില്ല. ഇസ്മായിൽ അലൈഹിസ്സലാം ആവട്ടെ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ആവട്ടെ, യാക്കൂബ് നബി അലൈഹിസ്സലാം ആവട്ടെ, അധിക വിവരണങ്ങളൊന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട വേറെ ചില കാര്യങ്ങളും കൂടി സൂചിപ്പിക്കാനുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാരോടുള്ള സ്നേഹം, അവരോടുള്ള ആദരവ്, ഈ ലോകത്തിന്റെ മുമ്പിൽ അവർ കാണിച്ചു തന്ന ഇസ്ലാമികമായ തൗഹീദിന്റെ സന്ദേശം അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി അവർ പാടുപെട്ട ആ മാതൃക പിൻപറ്റിക്കൊണ്ട് റബ്ബിന്റെ ദീനിനെ എത്തിയിട്ടില്ലാത്ത ആളുകളിലേക്ക് സ്നേഹത്തോടെ എത്തിച്ചു കൊടുക്കുവാനുള്ള കാര്യങ്ങളിലും നമ്മളൊക്കെ ഭാഗമാക്കാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിന്റെ പാതയിൽ മുന്നേറുവാനും നേരിന്റെ പാതയിൽ തന്നെ ഉറച്ചു നിന്ന് അതേ രീതിയിൽ മരിച്ചു പോകുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. ആസ്പത്രികളിലും വീടുകളിലുമായി വല്ലാത്ത പ്രയാസത്തിൽ കഴിയുന്ന ഉമ്മമാരുണ്ട്, കുട്ടികളുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും നീ സമ്പൂർണമായി ശിഫ നൽകിക്കൊണ്ട്, ആരോഗ്യം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമേ. അവരെയും ഞങ്ങളെയും നീ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ പാപമോചനം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളെയും അവരെയും ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുത്തുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളെയും അവരെയും സ്വർഗ്ഗലോകത്ത് നീ ഒരുമിച്ച് ചേർക്കണമേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.
اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.